ഹായ് ഹലോ വെൽക്കം ടു ഡിവൈൻ DIYs. അപ്പോൾ ഇന്ന് നമുക്കൊരു സക്സസ് ലാഡർ ഉണ്ടാക്കാം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചൂടുവെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സക്സസ് ലാഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്. ഇനി നമുക്ക് 2 എണ്ണം ഇതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതിന് സ്റ്റെപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഈ സ്റ്റിക്കുകൾ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ഒരു സക്സസ് ലാഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ല ഒരു രാത്രി കൊണ്ടോ ഒന്നും നമുക്കത് ഒരിക്കലും നേടാൻ പറ്റത്തില്ല. അതിന് ഓരോ ചുവടുണ്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ പോലും അതിന് വ്യക്തമായ ഒരു പ്ലാൻ വേണം, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. പിന്നീടാണ് 1 നില 2 നില 3 നില അങ്ങനെ ഓരോ പടിയായിട്ടാണ് നമുക്ക് നമ്മൾ ആ ഒരു സ്വപ്നം കണ്ട ആ ഒരു ബിൽഡിങ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതുപോലെയാണ് ഏതൊരു ചെറിയതാണേലും വലുതാണേലും ഏതൊരു ലക്ഷ്യത്തിനും ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്കത് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സക്സസ് ലാഡറിനകത്ത് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പിലും ആദ്യം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ സ്റ്റെപ്പാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ഈ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഞാനിവിടെ എഴുതുന്നത് ഒരു യൂട്യൂബ് സക്സസ് ലാഡറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവുക, പിന്നെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആവുക, മോണിറ്റൈസ്ഡ് ആവുക, 10K സബ്സ്ക്രൈബേഴ്സ് ആവുക, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് അതിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും അതിങ്ങനെ എഴുതി കൊടുക്കാം. ഇനി നമുക്കിതിനൊരു സ്റ്റാൻഡ് വേണം. അതാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സക്സസ് ലാഡറിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയും. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഇതിലെ ആ ഓരോ ചെറിയ വിജയവും നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ഇത് നമ്മളിലെ കൂടുതലായിട്ടും ഓരോ ദിവസവും നമുക്ക് ആ ഓരോ സ്റ്റെപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും. നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അതുപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നിലനിർത്താനായിട്ട് ഈ ഒരു സക്സസ് ലാഡർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സക്സസ് ലാഡർ കുറച്ചൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന അത്രത്തോളം നല്ലതാട്ടോ. കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് എത്താൻ എന്തൊക്കെ സ്റ്റെപ്പാണ് നമുക്ക് വേണ്ടെന്നൊരു കറക്റ്റ് ക്ലാരിറ്റി നമ്മളെ മൈൻഡിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ഏകദേശം ഒരു വിഷ്വലൈസേഷൻ ഒക്കെ ഒരു സമമായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇത് ചെയ്യണം. കാരണം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അത് കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ടത് ഇതാണ്. അങ്ങനെ എനിക്ക് കറക്റ്റ് പ്ലാനിങ് എനിക്കുണ്ട്. അപ്പം അത് ഞാൻ ഓരോ സ്റ്റെപ്പിലും ഞാൻ ഇത് എഴുതുമ്പം അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ വിജയത്തിലേക്ക് എത്താൻ ഇതാണ് എൻ്റെ ഒരു ചവിട്ടുപടി, ഇങ്ങനെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ